വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ണു നിറഞ്ഞ് ഡൈവോഴ്സ് പെറ്റീഷൻ നോക്കിയിട്ട് ശാലിനി ഓർക്കുകയാണ് അന്ന് ശാരദാമ്മ പറഞ്ഞത് നിങ്ങൾ തന്നെയാണ് ചേരേണ്ടതെന്നും പിന്നീട് വിജയലക്ഷ്മി 30 പവൻ ആര് തരുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ തരുമെന്ന് വിഷ്ണു ഉറപ്പ് പറഞ്ഞതും പിന്നീട് വിഷ്ണു ജോലി അന്വേഷിച്ച് ലോഡിങ് ജോലിക്കായി പോയ കാര്യം ശാരദാമ്മ വിളിച്ചു പറഞ്ഞതും ഒക്കെ ഓർത്തങ്ങ് സങ്കടപ്പെടുകയാണ് ശാലിനി. അന്നേരം ഒപ്പിടാനെന്നും പറഞ്ഞ് പേന നീട്ടുകയാണ് ഭാമ. അന്നേരം പറയടോ എന്ന് ആകെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി വിഷ്ണു വീണ്ടും പറയുകയാണ് ശാലിനിയോട്. വിഷ്ണുവിൻ്റെ സങ്കടം കണ്ടിട്ട് ശാലിനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിലും ശാലിനി അന്നേരം ഓർക്കുന്നത് അമ്പലനടയിൽ വെച്ച് അർജുന് കൊടുത്ത വാക്കാണ്. ശാലിനിയുടെ ജീവൻ കളഞ്ഞിട്ടായാലും നിങ്ങളുടെ കുഞ്ഞിനെ ഈ ശാലിനി രക്ഷിച്ചിരിക്കുമെന്ന്. പിന്നെ സങ്കടത്തോടു കൂടി സത്യഭാമയിൽ നിന്നും ആ പേപ്പറും പേനയും ഒക്കെ വാങ്ങുകയാണ് ശാലിനി. അന്നേരവും അകത്ത് വേദന കൊണ്ട് കരയുകയാണ് പ്രീതി. തുടർന്ന് ശാലിനി വിഷ്ണുവിനെ നോക്കുമ്പോൾ വേണ്ട വേണ്ട എന്ന് തലയാട്ടി നിറഞ്ഞ കണ്ണുകളോടെ വിഷ്ണു പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ സഹിച്ചുകൊണ്ട് ശാലിനി ആ പേപ്പറിലേക്ക് ഒപ്പിടുകയാണ്. അതേസമയം ശാലിനിയുടെ കയ്യിലിരുന്ന ആ മരുന്ന് കിറ്റുകളും ബില്ലുമൊക്കെ താഴേക്ക് വീഴുന്നുണ്ട്. ആകെ സങ്കടപ്പെട്ടങ്ങനെ നിൽക്കുകയാണ് വിഷ്ണുവും ശാലിനിയും. അന്നേരം കാണിക്കുന്നത് വിഷ്ണു ഓർക്കുന്നതാണ് ശാലിനിയെ കണ്ടതും പിന്നീട് കല്യാണം കഴിച്ചതും റോഡിൽ വെച്ച് വഴക്കടിച്ചതും ഒക്കെയായ കാര്യങ്ങളൊക്കെ ഒപ്പിട്ട ശേഷം പിന്നീട് ശാലിനിയുടെ കയ്യിൽ നിന്നും ആ പേപ്പർ പിടിച്ചങ്ങ് വാങ്ങുകയാണ് സുസ്മിത. തുടർന്ന് ഭാമ പറയുകയാണ് കുറ്റവാളി നീ തന്നെയാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞു, ഇനി ബാക്കി എന്താണെന്ന് എനിക്കറിയാം. എന്നിട്ട് ശാലിനിയുടെ തോളിൽ തട്ടിയിട്ട് പറയുകയാണ് സത്യഭാമയുടെ വീടിൻ്റെ പടി പോലും നീ ഇനി കാണില്ല, അതൊക്കെ ചെയ്യാനുള്ള വഴി എനിക്കെന്താണെന്ന് അറിയാം. തുടർന്ന് വാ മോളെന്നും പറഞ്ഞ് സുസ്മിതയും കൂട്ടി ആ റൂമിൽ നിന്നും പോകാൻ തുടങ്ങിയാണ് ഭാമ. വാതിൽക്കൽ എത്തിയ ശേഷം ഭാമ തിരിഞ്ഞു നോക്കുമ്പോൾ ശാലിനിയും വിഷ്ണുവും സങ്കടത്തോടു കൂടി കണ്ണുകളിൽ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. രണ്ടുപേരും അന്നേരം നന്നായി കരയുന്നുണ്ട്. വളരെ സങ്കടകരമായ കുറച്ച് നിമിഷങ്ങളാണ് അന്നേരം കാണിക്കുന്നത്. അന്നേരം നോക്കിയിട്ട് ഭാമ വിളിക്കുന്നുണ്ട് വിഷ്ണു വാ ഇവിടെയെന്ന്. വീണ്ടും വിഷ്ണു അവിടെ തന്നെ നിൽക്കുമ്പോൾ വിഷ്ണു വരാനെന്ന് ഒന്ന് ഉറക്കെ പറയുകയാണ് ഭാമ. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ വിഷ്ണു കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശാലിനിയുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ്. തുടർന്ന് വാതിൽക്കൽ എത്തിയ ശേഷം ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് വിഷ്ണു. അന്നേരവും അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് ശാലിനി. അങ്ങനെ നിൽക്കുന്ന ശാലിനി പെട്ടെന്ന് പ്രീതിയുടെ കരച്ചിൽ കേട്ടാണ് ഒന്നുണരുന്നത്. നീ വാ പ്രശ്നമൊന്നുമില്ല എന്നും പറഞ്ഞ് പ്രീതിയെയും കൂട്ടിക്കൊണ്ട് ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയാണ് ശാലിനി. അന്നേരം പ്രീതി ചോദിക്കുന്നുണ്ട് എന്തിനാ നീ എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. അതൊക്കെ പിന്നെ പറയാം, വാ കൂടെ നടക്ക് എന്നും പറഞ്ഞ് പ്രീതിയെയും കൊണ്ട് പോകുന്നു ശാലിനി. തുടർന്ന് സത്യാമ്മയൊക്കെ പോയെന്നും പറഞ്ഞ് പൊന്നി അർജുനെയും കൂട്ടി അവരുടെ റൂമിലേക്ക് തിരികെ വരികയാണ്. അന്നേരം പ്രീതിക്ക് ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞിരുന്നു. തുടർന്ന് പ്രീതി എന്നും പറഞ്ഞ് ഓടി അർജുൻ വരുമ്പോൾ അർജുനേട്ടാ നമ്മുടെ കുഞ്ഞെന്നും പറഞ്ഞ് വീണ്ടും പൊട്ടി കരയുകയാണ് പ്രീതി. അന്നേരം അർജുൻ ചോദിക്കുന്നുണ്ട് എന്താ പ്രീതി പെയിനൊക്കെ പോയില്ലേ എന്ന്. അന്നേരം പ്രീതി കരഞ്ഞുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ കുഞ്ഞിനു വേണ്ടി ശാലിനി സ്വന്തം ജീവിതം ബലിയർപ്പിച്ചു എന്ന് പ്രീതി പറയുന്നു. അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല പ്രീതി വെറുതെ പറയുന്നതാണെന്ന് ശാലിനി പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കാര്യം പറയുന്നു വീണ്ടും ചോദിക്കുകയാണ് അർജുൻ. അന്നേരം പ്രീതി പറയുകയാണ് വിഷ്ണുവേട്ടനുമായുള്ള ഡൈവോഴ്സ് പെറ്റീഷനിൽ ശാലിനി ഒപ്പിട്ട് കൊടുത്തു. അത് കേട്ട് ഞെട്ടി അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് അർജുൻ തിരക്കുകയാണ്. അന്നേരം ശാലിനി പറയുകയാണ് എനിക്ക് അർജുനേട്ടൻ തന്ന വാക്ക് പാലിക്കണമായിരുന്നു, അർജുനേട്ടൻ്റെയും പ്രീതിയുടെയും കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കണമായിരുന്നു. അപ്പോൾ പിന്നെ ഇതല്ലാതെ അപ്പോൾ എൻ്റെ മുന്നിൽ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. എന്നോട് DNA ടെസ്റ്റ് നടത്താനായിട്ട് സത്യാമ്മ പറഞ്ഞു. അപ്പോൾ DNA ടെസ്റ്റ് നടത്തിയാൽ ഞാൻ ഗർഭിണി അല്ല എന്ന് തെളിയും. അപ്പോൾ സുസ്മിത തന്നെ പ്രീതിയാണ് ഗർഭിണിയെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അർജുനേട്ടൻ്റെയും പ്രീതിയുടെയും കുഞ്ഞ് അതിനെ പിന്നെ നശിപ്പിക്കും സത്യാമ്മ. അതുകൊണ്ട് എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എന്നൊക്കെ നടന്ന കാര്യങ്ങൾ വിവരിക്കുകയാണ് ശാലിനി. അന്നേരം DNA ടെസ്റ്റിന് പകരം ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പുവയ്ക്കുക എന്നതായിരുന്നു സത്യാമ്മ നിർദ്ദേശിച്ച മറ്റൊരു വഴി. അപ്പോൾ പിന്നെ എനിക്ക് അതേ വഴി ഉണ്ടായിരുന്നുള്ളൂ. അതുകൂടാതെ തന്നെ പ്രീതിക്ക് അന്നേരം ഇഞ്ചക്ഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ പെയിൻ കുറയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്തതെന്ന് ശാലിനി പറയുന്നു. അന്നേരം വിഷ്ണുവിൻ്റെ കാര്യമെന്ന് അർജുൻ ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ് അതേ ഉള്ളൂ എനിക്കൊരു സങ്കടം. സ്നേഹം എന്നുള്ളത് സത്യമാണെങ്കിൽ നമ്മൾ ആരെയും പിരിക്കാൻ കഴിയില്ല അർജുനേട്ടാന്ന് ശാലിനി പറയുന്നു. തൽക്കാലം ഇങ്ങനെ പോട്ടെ, ആരും ഒന്നും അറിയണ്ടെന്ന് ശാലിനി പറയുമ്പോൾ ശാലിനിയെ തൊഴുകയാണ് അർജുൻ. അതുകൊണ്ട് കൈ തട്ടി മാറ്റി എന്താ അർജുനേട്ടാ ഇതൊക്കെയെന്ന് ചോദിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ അർജുൻ പറയുകയാണ് ഇതിനൊക്കെ പകരം തരാനായിട്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല ശാലിനി. അന്നേരം സങ്കടത്തോടെ ശാലിനി പറയുകയാണ് പ്രീതിയുടെ കുഞ്ഞു പിറക്കുമ്പോൾ അതിൻ്റെ കവിളിൽ ആദ്യത്തെ ഉമ്മ കൊടുക്കാനുള്ള അവകാശം അത് മാത്രം മതി എനിക്ക്. അന്നേരം കണ്ണീരൊക്കെ തുടയ്ക്കുകയാണ് അർജുൻ. സങ്കടമൊക്കെ മറയ്ക്കാൻ വേണ്ടി ശാലിനി ബാഗൊക്കെ എടുത്തിട്ട് പറയുകയാണ് അവരൊക്കെ എത്തുന്നതിന് മുമ്പ് പ്രീതിയെ പെട്ടെന്ന് വീട്ടിലെത്തിക്കാൻ നോക്ക്, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് ശാലിനി പോകാൻ തുടങ്ങുമ്പോൾ വീണ്ടും കയ്യിൽ പിടിച്ച് കരയുകയാണ് പ്രീതി. അന്നേരം സങ്കടമൊക്കെ ഉള്ളിലൊതുക്കി ആ കൈ അയച്ചിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ശാലിനി.
ശാലിനി പോയ ശേഷം എന്നാലും അർജുനേട്ടാന്നും പറഞ്ഞ് അർജുനെ ചേർത്ത് പിടിച്ച് കരയുന്നുണ്ട് പ്രീതിയും. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന പൊന്നിയുടെ അവസ്ഥയും അത് തന്നെയാണ്. തുടർന്ന് കാണിക്കുന്നത് രാഘവൻ നായരെയാണ്. അവിടെ ഹോസ്പിറ്റലിൽ പ്രീതിയുടെ അവസ്ഥ എന്തായോ എന്തോ. പൊന്നിക്ക് ശാലിനിയെ വിളിച്ചിട്ട് കിട്ടിക്കാണുമോ, ആരും എന്നെ വിളിക്കുന്നില്ലല്ലോ എന്നൊക്കെ സ്വയം ചിന്തിച്ചിരിക്കുകയാണ് രാഘവൻ നായർ. അന്നേരമാണ് അവിടേക്ക് സുസ്മിതയും ഭാമയും കൊണ്ട് വിഷ്ണു എത്തുന്നത്. അതേസമയം ആകെ സന്തോഷത്തോടു കൂടി കയറി വന്ന സത്യഭാമ ഡിവോഴ്സ് പെറ്റീഷൻ ശാലിനി ഒപ്പിട്ടത് ആ ഫയലിൽ നിന്നും എടുത്തിട്ട് രാഘവൻ നായർക്ക് നേരെ നീട്ടി ഇതാ എന്ന് പറയുന്നു. അന്നേരം എന്താണെന്ന് ചോദിക്കുകയാണ് രാഘവൻ നായർ. തുടർന്ന് ഭാമ പറയുകയാണ്, ഒരു മരുമകൾ ഉണ്ടായിരുന്നല്ലോ തങ്കക്കുടം, അവള് വിഷ്ണുവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും വേർപിരിയാൻ സമ്മതമാണ് എന്നും പറഞ്ഞ് ഒപ്പിട്ട് തന്ന കടലാസുകളാണ് ഇത്. അത് കേട്ട് ആകെ ഞെട്ടുകയാണ് രാഘവൻ നായർ. തുടർന്ന് സങ്കടത്തോടെ നിൽക്കുന്ന വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ ആകെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി വാതിൽക്ക് തന്നെ നിൽക്കുന്നുണ്ട്. ഇതെങ്ങനെയെന്ന് രാഘവൻ നായർ തിരക്കുമ്പോൾ ഭാമ പറയുകയാണ്, അവൾ സത്യപരീക്ഷയെ പാതി വഴിക്ക് വെച്ച് മതിയാക്കി എങ്ങോട്ടോ പോയി. അതിന് ബാക്കി സുസ്മിത പറയുകയാണ്, രക്തം ഛർദ്ദിച്ചോ കുഴഞ്ഞു വീണോ മരിക്കുമെന്ന് അവൾ പേടിച്ചിട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കും അവൾ അന്നേരം അവിടെ വെച്ച് മതിയാക്കിയിട്ട് പോയത്. അന്നേരം രാഘവൻ നായർ ചിന്തിക്കുകയാണ്, പാവം ശാലിനി, അവൾ പ്രീതിയുടെ പിന്നാലെ പോയതായിരിക്കും. തുടർന്ന് സുസ്മിത പറയുകയാണ്, അവൾ നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ്. അവളെ പിന്നാലെ പിന്തുടർന്ന് ചെന്ന് അവിടെ വെച്ച് ഞങ്ങൾ പിടികൂടി. ഞങ്ങൾ ചെന്നപ്പോൾ ഗർഭിണികൾക്കുള്ള മരുന്നും കൈ പിടിച്ച് നിൽക്കുകയാണ് അവൾ അവിടെ. തുടർന്ന് ഭാമ പറയുകയാണ്, പിന്നെ ഒപ്പിട്ട് തരാതെ അവൾക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ. ഇതൊക്കെ കേട്ട് ആകെ വിഷമിക്കുകയാണ് രാഘവൻ നായർ. അന്നേരം മുകളിലേക്ക് പോകാൻ തുടങ്ങുന്ന വിഷ്ണുവിനോട്, എന്താ വിഷ്ണു, നീ എങ്ങോട്ടാണ്, ഭക്ഷണം കഴിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നും മിണ്ടാതെ വിഷ്ണു നിൽക്കുമ്പോൾ ഭാമ പറയുകയാണ്, എടാ നിന്റെ പുന്നാര ഭാര്യ നിന്നെ ചതിക്കുകയായിരുന്നു എന്ന് നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ? ഒരക്ഷരം പോലും മിണ്ടാതെ ദേഷ്യവും സങ്കടവും ഒക്കെ കടിച്ചമർത്തി മുകളിലേക്ക് തന്നെ കയറിപ്പോവുകയാണ് വിഷ്ണു. അന്നേരം അവൻ്റെ പോക്ക് കണ്ടില്ലേന്ന് ഭാമ പറയുമ്പോൾ സുസ്മിത പറയുകയാണ്, വിട്ടേക്കാൻറ്റി, ഈ ഒരു രാത്രി കഴിയുമ്പോൾ മറക്കാവുന്നതേ ഉള്ളൂ എല്ലാം. നാളെ തല നനച്ച് എണ്ണ തേച്ച് കുളിച്ച് കഴിയുമ്പോഴേക്കും എല്ലാം അങ്ങ് ശരിയായിക്കോളും. തുടർന്ന് ഭാമ ചോദിക്കുകയാണ്, അല്ല ശാലിനിയുടെ വേറൊരു ഫാൻ ഉണ്ടായിരുന്നല്ലോ ഇവിടെ, പ്രീതി എന്നും പറഞ്ഞ് തുടർന്ന് അവിടെയൊക്കെ വിളിക്കുകയാണ് ഭാമ. അന്നേരം രാഘവൻ നായർ ചിന്തിക്കുകയാണ്, അയ്യോ ഇനി എന്ത് സമാധാനം ഭാമയോട് ഞാൻ പറയും. രാഘവൻ നായർ ഒന്നും മിണ്ടാ നിൽക്കുമ്പോൾ സുസ്മിതയോട് പറയുകയാണ്, മോളെ നീ ഒന്ന് നോക്കിക്കേ അവളും റൂമിലുണ്ടോ എന്ന്. അന്നേരം സുസ്മിത പെട്ടെന്ന് തിരിയുമ്പോൾ പുറത്തുനിന്നും പൊന്നിയോടൊപ്പം കയറി വരികയാണ് പ്രീതി. നിന്നെ എവിടെ തിരക്കുകയായിരുന്നു എന്ന് രാഘവൻ നായർ പറയുമ്പോൾ ആകെ ഒന്ന് ഒപ്പിച്ച് പെട്ടെന്ന് ഉത്തരമെന്നോണം പ്രീതി പറയുകയാണ്, ഞാൻ ടെറസിൽ തുണി വിരിക്കാൻ പോയതായിരുന്നു എന്ന്. അന്നേരം അച്ഛൻ അറിഞ്ഞില്ലല്ലോ എന്ന് ഭാമ ചോദിക്കുന്നു. അത് ഞാൻ പുറത്തെ സ്റ്റെയറിൽ കൂടെയാണ് പോയത്, അച്ഛൻ കണ്ടു കാണില്ല എന്ന് പ്രീതി പറയുന്നു. എന്തോ ആകട്ടെ, ഭക്ഷണം കഴിക്കാമെന്ന് ഭാമ പറയുന്നു. അന്നേരം എനിക്കും വേണ്ട എന്ന് പ്രീതി പറയുകയാണ്. ഇതെന്താ ഇങ്ങനെ, ഈ വീട്ടിൽ ആർക്കും ഭക്ഷണമൊന്നും വേണ്ടേന്ന് ഭാമ തിരക്കുകയാണ്. അന്നേരം സുസ്മിത പറയുകയാണ്, ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട വിഷമം പ്രിയ തോഴിയോട് ശാലിനി ചിലപ്പോൾ പങ്കുവെച്ചിട്ടുണ്ടാകും, അതായിരിക്കും ഭക്ഷണമൊന്നും വേണ്ടാത്തത്. ദേഷ്യം കടിച്ചമർത്തി പ്രീതി പറയുകയാണ്, അതൊന്നുമല്ല, ഞാൻ കുറച്ചു മുമ്പേ കഴിച്ചു. എന്നിട്ട് പറയുകയാണ്, ദേ സുസ്മിത, ആവശ്യമില്ലാതെ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുത്. അന്നേരം ഓ എന്ന് വയ്ക്കുകയാണ് സുസ്മിത. നിന്റെയൊക്കെ തിളർപ്പ് തീർന്നടി, അതിനുള്ള വജ്രായുധമാണ് ആൻറ്റിയുടെ കയ്യിലിരിക്കുന്നത്. ശാലിനി ഒന്നുമില്ലെങ്കിൽ നീയൊക്കെ കാറ്റുപോയ ബലൂൺ പോലെയാണ്, വെറും ഷൂ എന്നൊക്കെ അങ്ങ് ചിന്തിക്കുകയാണ് സുസ്മിത അന്നേരം. തുടർന്ന് പ്രീതിയങ്ങ് മുകളിലേക്ക് കയറി പോകുമ്പോൾ ഭാമ പറയുകയാണ്, എനിക്കേതായാലും നല്ല വിശപ്പുണ്ട്. എന്നിട്ട് പൊന്നിയോട് ഭക്ഷണം വിളമ്പാൻ പറയുന്നു. എന്നിട്ട് സുസ്മിതയും കൂട്ടി റൂമിലേക്ക് പോവുകയാണ് സത്യഭാമ. അന്നേരവും ആകെ വിഷമിച്ച് ശാലിനി ചെയ്ത കാര്യത്തെക്കുറിച്ച് ഓർത്തിരിക്കുകയാണ് രാഘവൻ നായർ. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്